ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. കുറേ നാളുകൾക്ക് ശേഷം വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണിത്. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി കുക്കർ നന്നായിട്ട് ചൂടാക്കിയ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഗ്രാമ്പു, 2 പട്ട, 2 ഏലക്ക, സിനമൺ ചെറിയ പീസ് മാത്രമേ ഇടാവൂ. അതുപോലെ തന്നെ സ്പൈസസും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സ്പൈസസിൻ്റെ ടേസ്റ്റ് ആയിരിക്കും സ്റ്റൂവിൽ മുന്നിട്ട് നിൽക്കുന്ന സ്റ്റൂവിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം കുക്കർ നന്നായിട്ട് ചൂടായ ശേഷമാണ് ഞാൻ ഈ സ്പൈസസ് ഇട്ട് കൊടുത്തത്. അപ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 2 മീഡിയം സൈസ് സവാള സ്ലൈസായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് കൂടി മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും 5 ഗാർലിക്കുമാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആഡ് ചെയ്തു. ശേഷം ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉള്ളി നന്നായിട്ട് വഴണ്ട് വരേണ്ട ആവശ്യമില്ല. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 5 പച്ചമുളക് നെടുകെ പിളർന്നത് ചേർത്ത് കൊടുക്കുക. എരിവില്ലെങ്കിൽ ഈ ഒരു സ്റ്റൂ കഴിക്കാൻ അത്ര ടേസ്റ്റ് കാണില്ല. അപ്പം ആവശ്യത്തിന് എരിവ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 പൊട്ടറ്റോ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് ക്യാരറ്റ് കൂടി ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്, അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 10 മീഡിയം സൈസ് ബീൻസ് ഇതുപോലെ കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് തേങ്ങയുടെ 2 പാൽ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് 2 പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടി പോകാൻ പാടില്ല. ഉപ്പ് കുറവാണെങ്കിലും നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം, കൂടി പോകാൻ പാടില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് കുക്കാക്കി എടുക്കുക. എല്ലാ കുക്കറിലും 2 വിസിലായിരിക്കില്ല. ചിലപ്പോൾ ചില കുക്കറിൽ വിസിലിൽ വ്യത്യാസം വരാം. അതിനുശേഷം നന്നായിട്ട് ആവി പോയ ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 1 പാൽ ഒഴിക്കുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് 1 പാൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 കപ്പ് 1 പാലിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഓവർ തിളപ്പിക്കാൻ പാടില്ല. ചെറിയ രീതിയിലൊന്ന് തിള വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റൂ ആണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.